മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ ദിവസം മാർച്ച് 22 തീയതി ലോക ജലദിനമായിട്ട് ലോക ജനത ആചരിക്കുന്നു, ആഘോഷിക്കുന്നു. ജലം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരീയമാണ്. സൂര്യനെയും ചന്ദ്രനെയും വായുവിനെയും അഗ്നിയെയും നമ്മൾ എങ്ങനെയാണോ ഈശ്വര തുല്യമായിട്ട് പ്രാർത്ഥനാരൂപത്തിൽ കാണുന്നതും പ്രാർത്ഥിക്കുന്നതും, നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു. അല്ലയോ വായുദേവ, നീയാണ് ഞങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന പ്രത്യക്ഷമായ ദേവത. എന്തുകൊണ്ട് വായുവിനെ ദൈവമായിട്ട് കാണുന്നു, ഈശ്വരീയമായിട്ട് കാണുന്നു? ആ വായു അരമണിക്കൂർ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ഈ ലോകത്തിലെ സർവചരാചരങ്ങളുടെയും ജീവിതം എന്നുള്ളത് ബ്ലോക്ക്ഡ് ആവും. നമസ്തേ അഗ്നേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മവാദിഷം. അഗ്നിയും അതുപോലെയാണ്. പുറത്തുള്ള അഗ്നി, അകത്തുള്ള അഗ്നി. സൂര്യനിലുള്ള അഗ്നിയാണ് ആവശ്യത്തിന് പ്രകാശവും ചൂടും തന്ന് സർവചരാചരങ്ങളെയും നിലനിർത്തുന്നത്. അതുകൊണ്ട് അഗ്നിയെ ഈശ്വരനായിട്ട്, ഈശ്വരീയമായിട്ട് നമ്മൾ കണ്ടു. സൂര്യനെയും അതേപോലെ കണ്ടു. ആ കൃഷ്ണേൻ രജസാവർത്തമാനോ നിമേശയന്ന അമൃതം മർത്യം ജഹിരണ്യേന സവിതാരഥേന ദേവോ യാതി ഭുവനാനി പശ്യൻ. ദൈവികമായ സർവ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്ടിവിറ്റീസിന് ആധാരമായിട്ട് ഈ പ്രപഞ്ചത്തെ ഗൈഡ് ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് സൂര്യനെ കണ്ട്, സൂര്യനെ നമ്മൾ ഈശ്വരീയമായി കണ്ടു. ഇതുപോലെയാണ് വെള്ളത്തെയും നമ്മൾ ശരിക്ക് വേദത്തിൽ വെള്ളത്തിനെ കുറിച്ച് പറയുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. അപ്സുമേ സോമോ അബ്രവീദ യദന്തർവിശ്വാ നിഭേഷജാഃ അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജീഃ ആപപ്രണീതഭേഷജം വരൂധം തൻവേ. ഏമമാ യോക്ഷ സൂര്യം ദൃശേ ഇദമാപ പ്രവഹദ യത്കിഞ്ച ദുരിതം മയി യദ്വാഹമപി ദുദ്രോഹ യദ്വാശ്യേപ ഉദാനൃതം ആപോ അദ്യാന്നചാരുഷം രസേന സമഗസ്മഹി പ്രയസ്വാനഗ്ന ആഗാഹി. വെള്ളത്തെക്കുറിച്ച് വേദത്തിൽ പറയുന്ന മന്ത്രാണ്. അപ്സുമേ സോമോ അബ്രവീദ് യത് അന്തർവിശ്വാനി ഭേഷജാഹ. ഏത് സമയമാണോ നല്ല ജലം അകത്തേക്ക് പോയത്, നമ്മൾ കുടിക്കുന്നത്, അത് ഭേഷജാഹ, അത് പ്യുവർ മെഡിസിനാണ്. വെള്ളം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മെഡിസിനാണ്. ഇന്നുള്ളവർ പറഞ്ഞതല്ല, വൈദിക കാലത്ത് പറഞ്ഞതാണ്. അഗ്നിഞ്ച വിശ്വശംഭുവം. ഈ അഗ്നിയാണ് ലോകത്തിലെല്ലാ പ്രക്രിയയ്ക്കും ആധാരമായത്. അഗ്നിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ഒന്ന് തന്നെയാണ്. സൂര്യൻ പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഉണ്ടായത്. അഗ്നയർവാ സൂര്യോ അജായത. ചാന്തോക്യോപനിഷത്ത് പറയുന്നു, സൂര്യൻ എന്ന് പറയുന്നത് തന്നെ അഗ്നിയാണ്. അപ്പോൾ ആ അഗ്നിയിൽ നിന്ന് ഏത് സ്വർണം എടുക്കണമെങ്കിലും സിൽവർ എടുക്കണമെങ്കിലും അലോയ് ഉണ്ടാക്കണമെങ്കിലും എല്ലാം അഗ്നിയാണ്. ഈവൻ കോൾ കത്തിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. ആറ്റമിക് റിയാക്ടറിലും അഗ്നി തന്നെയാണ് ഇൻഡയറക്ട്ലി ഉണ്ടാവുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഇക്വേഷനിലും E=mc². എനർജിയിൽ ഒന്ന് ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്ന് നമ്മൾ പറയുന്ന എനർജി എല്ലാം അഗ്നിയിലേക്ക് എത്തണം. അഗ്നിഞ്ച വിശ്വശംഭുവം. അഗ്നി ഇല്ലാതെ ഈ ലോകത്തിൽ ഒന്നും നടക്കില്ല. അത് ആത്മീയ അർത്ഥമല്ല. നമ്മളുടെ ശരീരത്തിലെ ഡൈജഷൻ എന്ന ഓക്സിഡേഷൻ ഇല്ലാതെയായാൽ നമ്മളില്ല. അങ്ങനെയല്ല. അഗ്നിഞ്ച വിശ്വശംഭുവം. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ആപശ്ച വിശ്വഭേഷജി.
ആപം എന്ന് വെച്ചാൽ വെള്ളം, വിശ്വഭേഷജി എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ മെഡിസിനാണ്. വെള്ളം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ മെഡിസിനാണ്. ആപപ്രണീത ഭേഷജം. മറ്റേത് മരുന്ന് കഴിക്കുകയാണെങ്കിലും ഒപ്പം വെള്ളവും കൂടി കഴിക്കണം. വെള്ളം ചേർത്ത് ഗുളിക കഴിക്കുകയാണെങ്കിലും ചവനപ്രാശം കഴിക്കുകയാണെങ്കിലും ഏത് കഴിക്കുകയാണെങ്കിലും ആപപ്രണീത ഭേഷജം. ഭേഷജം ആപപ്രണീത. മരുന്ന് പോലും വെള്ളവും കൂടി ചേർത്ത് കഴിക്കുന്ന ലെവലില്. വരൂധം തൻവേ ഏമമാ ജോക്ച സൂര്യം ദൃശ്യേ. അതാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്തുന്നത്. അപ്പോൾ വെള്ളത്തെക്കുറിച്ച് ഏറ്റവും അധികം ഇനിയും ധാരാളം വേദസൂക്തങ്ങൾ വെള്ളത്തെക്കുറിച്ച് പറയുന്നതുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ പിതൃകർമ്മം നടത്തുമ്പോഴത്തേക്കും ആദ്യം പീഠം വിരിക്കുക. ദർഭപ്പുല്ല് വിരിക്കുന്നതിന് മുമ്പ് ശുദ്ധീകരിക്കുന്നതിന് ഒരു മന്ത്രമുണ്ട്. ഈ കിണ്ടിയിലെ വെള്ളത്തിലേക്ക് ഗംഗാവെള്ളത്തെ കൊണ്ടുവരിക. ഗംഗായൈ വിശ്വമുഖ്യായൈ സദാശിവാമൃതായൈ നാരായണ്യൈ നമോ നമ. ഗംഗാ ഭഗവതി ആഗച്ഛ ആഗച്ഛ ആവാഹയാമി. ആവാഹിതോ ഭവ, സംസ്ഥാപിതോ ഭവ, സ്വാഗതോ ഭവ, അവഗുണ്ഡിതോ ഭവ, വ്യാപ്തോ ഭവ, സ്ഥിരോ ഭവ, പ്രസീദ പ്രസന്നോ ഭവ. ഈ ലോകത്തിലെ എത്ര ഹിന്ദു ക്ഷേത്രങ്ങളുണ്ടോ, ഹിന്ദു ക്ഷേത്രങ്ങളിലെല്ലാം ഈ മന്ത്രം ചൊല്ലാറുണ്ട്. ഈ മന്ത്രം അറിയാവുന്ന പൂജാരിയാണ് പൂജ കഴിക്കുന്നതെങ്കിൽ. അപ്പോൾ ആ കിണ്ടിയിലെ വെള്ളത്തിലേക്ക് നമ്മൾ ഗംഗാവെള്ളത്തെ കൊണ്ടുവരിക. ആ ഗംഗാവെള്ളം കൊണ്ടുവരുന്ന കിണ്ടിയിലേക്ക് ആദ്യം നമ്മൾ പറയുന്നത് ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. 7 പുണ്യനദികളുടെ വെള്ളം. ആ വെള്ളമാണ് ശരിക്കും പീഠം വിരിക്കുന്നതിന് മുമ്പ് ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നോക്കുക, വെള്ളത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എത്ര ഗംഭീരമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് യജ്ഞാത് ഭവതി പർജന്യ യജ്ഞകർമ്മസമുദ്ഭവ. വളരെ യജ്ഞാത് ഭവതി, മനുഷ്യന്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് മഴ പോലും ഉണ്ടാവുന്നത്. യജ്ഞാത് ഭവതി പർജന്യ പർജന്യാത് അന്നസംഭവ. ആ മഴ ഉള്ളത് കൊണ്ടാണ് ജീവജാലങ്ങൾക്ക് നിലനിൽക്കാനുള്ള അന്നം ഉണ്ടാവുന്നത്. അന്നാത് ഭവന്തി ഭൂതാനി. ഈ അന്നത്തിൽ നിന്നാണ് ജീവജാലങ്ങൾ നിലനിൽക്കുന്നതും വളരുന്നതും എല്ലാം. അപ്പൊ യജ്ഞകർമ്മസമുദ്ഭവ. യജ്ഞം നമ്മളുടെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. യജ്ഞം പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. യജ്ഞം കാരണം മഴ പെയ്യുന്നു. മഴ പെയ്യുന്നത് കൊണ്ട് അന്നം ഉണ്ടാവുന്നു. അന്നമുള്ളത് കൊണ്ട് ജീവജാലങ്ങൾ നിലനിൽക്കുന്നു. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതാണ് പർജന്യം, മഴ. ഇത്രയും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ കാരണം, ഇന്നലെ ജലദിനമായിരുന്നു. നമ്മളിൽ ഓരോരുത്തരും ഞാൻ തൊഴുകൈയോട് അഭ്യർത്ഥിക്കുന്നു, ജഗതീശ്വരൻ പ്രകൃതി മാതാവ് മനുഷ്യന് തന്നിരിക്കുന്ന ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സംഭാവനയാണ് വെള്ളം എന്ന് പറയുന്നത്. ആ വെള്ളം, കടലിലുള്ള ഉപ്പുവെള്ളത്തെ പ്രകൃതി ഉപ്പ് മാറ്റി മുകളിലേക്ക് ആവിയായിട്ടെടുത്ത് മേഘമാക്കി കരയിലേക്ക് കൊണ്ടുവന്ന് അതാത് പ്രദേശത്ത് മഴ പെയ്യിക്കുന്ന ആ ഒരു കർമ്മ സൈക്കിൾ, വാട്ടർ സൈക്കിൾ, അതിൽ മനുഷ്യൻ എത്ര കുടിച്ചാലും തീരാത്ത അത്രയും വെള്ളം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ആ വെള്ളം നമ്മൾ സംരക്ഷിക്കാറില്ല. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി പറയുന്നത് 1% നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പെയ്യുന്ന മഴ ഈ 365 ദിവസത്തിൽ ഏത് ദിവസം പെയ്യുന്ന മഴ, അത് കാലവർഷമാവട്ടെ, തുലാവർഷമാവട്ടെ, ഇതൊന്നിലും പെടാത്ത വേനൽ മഴയാവട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളവും ഭൂമിയുടെ ഏറ്റവും മുകളറ്റം വരെ വെള്ളം നിറയുന്നത് വരെ വെള്ളം നിറച്ച് ബാക്കിയുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ അനുവദിക്കാവൂ. പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത് എന്നുള്ളതല്ല. നിങ്ങളുടെ കിണറുണ്ടെങ്കിൽ കിണറ്റിലെ വെള്ളം, അല്ലെങ്കിൽ മഴ പെയ്ത് ഒരു ഏതെങ്കിലും മഴയില്ലാത്തൊരു ദിവസം മണ്ണ് കുഴിക്കുമ്പോൾ മുകളറ്റം വരെ അവിടെ വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ ഉള്ള വെള്ളം ഒഴിഞ്ഞു പോവാൻ അനുവദിക്കുക, ഒഴുകിപ്പോവാൻ അനുവദിക്കുക. ആ ഭൂമിയുടെ ഗർഭത്തിൽ രത്നഗർഭ ധരണി, ആ ധരാ ധരിത്രി ക്ഷോണി എന്നൊക്കെ പൃഥ്വി എന്നൊക്കെ പറയുന്ന ആ ഭൂമി, ഭൂമാതാവ്
ആ മാതാവ് സർവചരാചരത്തെയും നിലനിർത്തുന്നത് പ്രകൃതി തരുന്ന ജലവും കൂടി ചേർത്തിട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് 1 സെന്റേ ഉള്ളൂ എങ്കിലും 5 സെന്റ് ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികള്, നിങ്ങളുടെ വീട് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികള്, ബന്ധുക്കള്, സുഹൃത്തുക്കള് ഒരു യജ്ഞമായിട്ട് നമുക്ക് ആരംഭിക്കാം. നമ്മുടെ വീട്ടില് ചെറിയ കുഴികൾ ഉണ്ടാക്കുകയോ തോടുകൾ ഉണ്ടാക്കുകയോ അതല്ലെങ്കിൽ പുറത്തേക്ക് വെള്ളം പോകുന്ന വഴി ഒന്ന് ബ്ലോക്ക് ചെയ്യാം. ആ ബ്ലോക്ക് ചെയ്താൽ എത്ര വെള്ളം നമുക്ക് നമ്മുടെ വീട്ടിൽ നിലനിർത്താൻ സാധിക്കുമോ അത്രയും അധികം ധന്യമാണ്. എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള കിണറുകൾ ഏതാണ്ട് വറ്റി തുടങ്ങി. എൻ്റെ വീട്ടിൽ പറ്റിയിട്ടില്ല. കാരണം ഈ 365 ദിവസത്തിൽ ഒരു തുള്ളി വെള്ളം പോലും അറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. കുറേ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്, അതിൽ കൂടെ അകത്തേക്ക് പോകും. ടെറസിലെ വെള്ളം മുഴുവനും കറക്കി തിരിച്ചിട്ട് വീട്ടിനകത്ത് തന്നെ വീഴാൻ പാകത്തിനാണ്. അപ്പൊ ശരിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം ഒഴുകി പോവില്ലെന്ന് ഉറപ്പ് വരുത്തുന്ന സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനം, ഏറ്റവും അധികം പ്രയോജനം എനിക്ക് തന്നെയാണ്, മറ്റുള്ളവരെക്കാൾ ഉപരി എനിക്ക് തന്നെയാണ് പ്രയോജനം. അതുകൊണ്ട് ഈ യൂട്യൂബ് കാണുന്ന ഏത് വ്യക്തിയും നിങ്ങളുടെ വീട്ടില് ഗ്രൗണ്ട് ലെവലിൽ വെള്ളമാകുന്നത് വരെ അത് ഭൂമിക്കകത്തേക്ക് പോകാൻ അനുവദിക്കണം. ഭൂമിയിൽ നിന്ന് എടുക്കുന്നത് ഭൂമിയിലേക്ക് കൊടുക്കണം. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയ. ചെടിക്ക് വെള്ളവും വളവും കൊടുത്താലേ അതിൽ നിന്ന് പ്രോഡക്റ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ. കടയിൽ ചെന്ന് നമ്മൾ പൈസ കൊടുത്താലേ അവിടെ നിന്ന് സാധനങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. ബാങ്കിൽ ചെന്നിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ലോകത്തിലെ ഏത് കാര്യവും ഡോക്ടറുടെ അടുത്തേക്ക് പോകണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുത്താലേ ഇങ്ങോട്ട് ചികിത്സ കിട്ടുള്ളൂ. നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അങ്ങോട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാലേ ഫീസ് കൊടുത്താലേ അവരിങ്ങോട്ട് പഠിപ്പിക്കുള്ളൂ. അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് എടുക്കുന്ന 2 കാര്യമാണ് സൂര്യപ്രകാശം, വായു, വെള്ളം. അങ്ങോട്ട് കൊടുക്കാതെയാണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശവും വായുവും വെള്ളവും ഇത് 3ഉം അങ്ങോട്ടും കൂടി കൊടുക്കാൻ ശ്രമിക്കുക. എന്താ അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിക്കുക? ഒന്ന്, സൂര്യപ്രകാശത്തെ മാനവരാശിക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പാകത്തിന് ചെറിയ ചെടികൾ വെക്കാം. അത് ഓക്സിജൻ തരുന്ന ആ സൂര്യപ്രകാശം ഉപയോഗിച്ച് ചെടികൾ ഓക്സിജൻ ഉണ്ടാക്കും, കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ വായുവിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. സൂര്യനിലേക്ക് സൂര്യൻ്റെതായിട്ടുള്ള ആ പ്രവൃത്തി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഭൂമിയുടെ ഭൂഗർഭജലം വർദ്ധിപ്പിക്കാൻ ഓരോ വ്യക്തിയും സത്യപ്രതിജ്ഞ ചെയ്യണം. എത്ര കാലം നിങ്ങൾക്ക് സാധിക്കുമോ അത്രയും കാലം ഭൂഗർഭജലം ആ ഭൂമിയെ സമ്പുഷ്ടമാക്കുക. ജലം കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത വിധത്തിൽ നിങ്ങൾ വണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ വാഹനത്തില് പാത്രത്തിൽ പുറത്തു നിന്ന് വെള്ളം കൊണ്ടുവന്ന് അകത്തേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രകൃതി തന്നെ തലയ്ക്ക് മുകളിൽ നിന്ന് തരുന്നത് ഒന്ന് വേസ്റ്റ് ആക്കാതെ നമുക്ക് നിലനിർത്താൻ സാധിക്കട്ടെ. ജലം സംരക്ഷിക്കുക. എൻ്റെയും നിങ്ങളുടെയും കഴിഞ്ഞ തലമുറയുടെയും ഇപ്പോഴത്തെ തലമുറയുടെയും ഭാവി തലമുറയുടെയും ഒരു പ്രാർത്ഥന കൂടി വെള്ളത്തിനുണ്ട്. ഇമ ആവ ശിവാസന്തു ശുഭാ ശുദ്ധാശ്ച നിർമ്മല പാവന ശീതലാശ്ചൈവ പൂതാ സൂര്യസ്യ രശ്മിഭിഹി. ഇമ ആവ ശിവാസന്തു, ഈ വെള്ളം മംഗളകരമായിട്ടുള്ളതാവട്ടെ. ശുഭാഹ ശുദ്ധാശ്ച നിർമ്മല, അത് മംഗളകരമായിരിക്കട്ടെ, അത് ശുദ്ധമായിരിക്കട്ടെ, അത് നിർമ്മലമായിരിക്കട്ടെ. ഇമ ആവ ശിവാഹ സന്തു ശുഭാഹ ശുദ്ധാശ്ച നിർമ്മല പാവനം ശീതലാശ്ചൈവ പൂതാ സൂര്യസ്യ രശ്മി, അത് പാവനമാവട്ടെ, അത് തണുത്ത ധന്യമാവട്ടെ. സൂര്യരശ്മി കൊണ്ട് അതെന്നും പവിത്രമാണ്. പൂതാഹ സൂര്യസ്യ രശ്മിഭിഹി, സൂര്യന്റെ പ്രകാശം കൊണ്ട് അണുവിമുക്തമായ ഒരു ജലമായി തീരട്ടെ. ആ ജലം നമുക്ക് ഭൂഗർഭത്തിൽ നിറയ്ക്കാൻ സാധിക്കട്ടെ. ജലദിനത്തിൽ മാർച്ച് 22, ഇന്ന് മാർച്ച് 23 ഈ സ്മരണ ജനങ്ങളിലെല്ലാം എത്തിക്കാം, കാഷ്വലി എങ്കിലും എത്തിക്കാം. പ്രണാമം, നമസ്കാരം.